തെരുവുനായ ശല്യം നഗരസഭയിലെ പൊതുസ്ഥലങ്ങളിൽ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് നിരോധിക്കുന്നു. തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനായി നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. നഗരസഭയുടെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് യോഗം രൂപം നൽകിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് നിരോധിക്കാനുള്ള സുപ്രധാന തീരുമാനം യോഗത്തിലുണ്ടായി. പകരം ഒരു നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം ഭക്ഷണം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കും. പൊതുസ്ഥലങ്ങളിലെ ഭക്ഷണ ലഭ്യതയാണ് നായ്ക്കൾ പെരുകാൻ പ്രധാന കാരണം. നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ഇറച്ചി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ തുറസായ സ്ഥലങ്ങളിലും പൊതു ഇടങ്ങളിലും ഉപേക്ഷിക്കുന്നവർക്കെതിരെ കേരള മുനിസിപ്പൽ ആക്ട് അനുശാസിക്കുന്ന കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണം കൃത്യമായി ഉറപ്പുവരുത്തും. നഗരസഭാ പരിധിയിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റും തെരുവുനായ്ക്കളുടെ ശല്യം ഒഴിവാക്കുന്നതിന്റെ മുന്നോടിയായി ABC നിയമം അനുശാസിക്കുന്ന പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ചാവക്കാട് നഗരസഭ നിലവിൽ നടപ്പിലാക്കിയ ABC സെന്ററിലേക്ക് കുന്നംകുളം നഗരസഭയിലെ തെരുവുനായ്ക്കളെ കൂടി ഉൾപ്പെടുത്തുന്നതിനായി ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടും. കൂടാതെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ തെരുവുനായ പരിപാലന മാതൃകകൾ സന്ദർശിച്ച് പഠിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. ചെയർപേഴ്സന്റെ ചേംബറിൽ നടന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർഷ ജിജു എന്നിവർ പങ്കെടുത്തു. കൂടാതെ കൌൺസിലർമാരായ ശ്രീജിത്ത്, ഷാജി ആലിക്കൽ, സോമൻ ചെറുകുന്ന്, ഷനൂഫ്, ഗീത ശശി, ലബീബ് ഹസൻ എന്നിവരും വെറ്റിനറി ഡോക്ടർമാർ, താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട്, നഗരസഭാ സെക്രട്ടറി, ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി.